മസാലപ്പൊടികൾ എങ്ങനെ നല്ല ക്ലീനായിട്ടും ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു ഡിഷ് തയ്യാറാക്കുകയാണെങ്കിലും അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മസാലപ്പൊടികൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ മസാലപ്പൊടികൾ ഗുണനിലവാരമില്ലാത്തതും മായം കലർന്നതുമായാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഒരു ടേസ്റ്റും കാണത്തില്ല, ഹെൽത്തി ആവുകയുമില്ല. മാത്രമല്ല നമ്മൾ മസാലപ്പൊടിയിൽ മായം കലർത്തിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ഇതിന് ലാബ് ടെസ്റ്റിന് വേണ്ടി വരും. ഇങ്ങനെ നമ്മൾ റിസ്ക് എടുക്കാതെ ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ മസാലപ്പൊടികൾ നല്ല വൃത്തിയിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ തയ്യാറാക്കിയാലും ഇത് ചീത്തയായി ഒന്നും പോവുകയില്ല. ഒരു 6 മാസത്തേക്ക് നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാനും പറ്റും. 6 മാസത്തിന് ഒരു കേടാവാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കൊല്ലത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടിയാൽ മതി. ഇപ്പോൾ റംസാനൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവരും നല്ല വെയിലുള്ള സമയമാണ്. എല്ലാവരും മസാലപ്പൊടികൾ ഇത് കണ്ടതിന് ശേഷം തയ്യാറാക്കാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാടൻ മഞ്ഞൾ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാൻ ശ്രമിക്കുക. കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണം ഉള്ള ഒരു പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാടൻ മഞ്ഞൾ യൂസ് ചെയ്യണേ അത് അത്രയും നല്ലതാണ്. ഞാൻ ഇവിടെ നാടൻ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ വീടിൻ്റെ അടുത്ത് കൃഷി ചെയ്ത മഞ്ഞളാണ് എൻ്റെ വീടിൻ്റെ. അപ്പോൾ ഇതിൽ കച്ചറയൊന്നും കാണത്തില്ല. അങ്ങനത്തെ മഞ്ഞളായുമ്പോൾ അതിൽ ഈ ആരും കുറുമ്പൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് പൊടിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ മഞ്ഞളാണെങ്കിൽ അതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും. ഒരു യെല്ലോ കളർ ഒരു കല്ലുണ്ടാവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് പൊറുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഉണക്കിയതിന് ശേഷം അത് പൊടിപ്പിച്ചാൽ മതി. വേറെ ഒന്നും ജോലിയൊന്നുമില്ല. 2-3 ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ മതി. വെയിൽ കൊള്ളത് പ്രധാനമാണ്. എന്നാലും ശരിക്കും നല്ല പോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ കച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ജസ്റ്റ് വെയിലത്തിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഞാൻ ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ജോലിയൊന്നും മഞ്ഞൾ പൊടിക്കുന്നതിന് എനിക്ക് ആവശ്യമില്ല. കാരണം ഇത് ഞാൻ നാടൻ മഞ്ഞളാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് കഴുകിയതിന് ശേഷം 2-3 ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇതുപോലത്തെ കവറിലാക്കിയിട്ട് പൊടിപ്പിച്ചാൽ മതി. അങ്ങനെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണിത്. ഇത് നല്ല ഒരു ഔഷധമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മല്ലിയാണ്. മല്ലി ഞാൻ 2 kg എടുത്തിട്ടുണ്ട്. പിന്നെ മുളക്, കാശ്മീരി മുളകും 2 kg എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകാണ്. ഇത് 2 kg എടുത്തിട്ടുണ്ട്. ഇത് നെട്ടിയോട് കൂടിയുള്ള മുളകാണ്. അപ്പോൾ നെട്ടിയോട് കൂടി തന്നെയാണ് ഞാൻ പൊടിപ്പിക്കുന്നത്. കാരണം എന്നാലും നല്ല കളറുണ്ടാവും കാശ്മീരി മുളകായതുകൊണ്ട്. പിന്നെ എരിവ് കുറവായിരിക്കും. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളകാണ്. അപ്പോൾ കറിയിലേക്കാണ് സാധാ മുളക് പൊടി യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് 1 kg എടുക്കുന്നുള്ളൂ. അത് ഞാൻ പൊടിപ്പിക്കുന്നുണ്ട്. 1 kg സാധാ മുളകാണിത്. ഇത് നെട്ടിയില്ലാത്ത മുളകാണ്. നല്ല എരിവ് കൂടുതലായിരിക്കും. ഇത് കുറച്ചിട്ടാൽ മതി. ഇനിയിപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മുളക് പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ്. മുളക് എങ്ങനെയാണ് പൊടിക്കുക നമുക്ക് നോക്കാം. അതിന് ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ സാധാരണ മുളക്, നെട്ടിയില്ലാത്ത മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ആദ്യം ഞാൻ വെയിലത്തിടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മളെ മുളകൊക്കെ എങ്ങനെ ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല. അതിൽ പല ജീവികളും കയറി ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ ഫോട്ടോസ് വരാറുണ്ടല്ലോ. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം ഉണക്കുക. ചിലർ മുളക് വാങ്ങിയതിന് ശേഷം കഴുകാതെ ഉണക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് റണ്ണിങ് വാട്ടറിൽ വന്നിട്ട് ഇതാക്കിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റുക. പിന്നെ ഇത് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴുകിയതിന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇതുപോലെ സ്റ്റെയിനർ വെച്ചിട്ട് വാർത്തെടുക്കണം. കൂടുതൽ സമയം ഇത് വെള്ളത്തിൽ കിടക്കാൻ പാടില്ല. കാരണം ഇത് കുതിർന്നു പോകും, മുളകല്ലേ. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ കിടന്നാൽ കുതിർന്നു പോകും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം കഴിയണം. കഴുകലും വാരലും വെയിലത്തിടലും കഴിയണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു വൃത്തിയുള്ള ബെഡ്ഷീറ്റ് നല്ല വെയിലുള്ള സമയത്ത് മുറ്റത്ത് വിരിച്ചിട്ട് അതിൽ ഇതുപോലെ വിടർത്തി ഒന്നൊന്നിൽ തട്ടാതെ ഇങ്ങനെ ഇട്ടാൽ 2 ദിവസത്തെ വെയിൽ ആവശ്യം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും മുളക്. എന്നിട്ട് പിന്നെ വെയിലത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വന്നതിന് ശേഷം ഇടുക. ഒരു 9 മണീൻ്റെ ശേഷം ഇടുക. 4 മണീൻ്റെ മുമ്പ് തന്നെ വാരി വെക്കാം. കാരണം അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും കുഴഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ കാശ്മീരി മുളകാണ്. അതും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം മുളക് ചെയ്ത പോലെ തന്നെ കുറേശ്ശായിട്ട് 2 kg ഉണ്ടല്ലോ, അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. മറ്റേത് 1 kg ആയതുകൊണ്ട് ഒറ്റ തവണ തന്നെ ഇട്ട് കഴുകി. ഇതിപ്പോൾ 2 kg ഉള്ളത് കൊണ്ട് ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ എടുത്തിട്ട് കഴുകുന്നത്.
അതേപോലെ തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വാരി വെക്കുക. അതുപോലെ തന്നെ നല്ലൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വെയിലത്തിടുക. ഒരു 2 ദിവസത്തെ വെയിൽ വേണ്ടി വരും ഇതിന്. പിന്നെ കഴുകുമ്പോൾ ഇതുപോലെ അടിയിലേക്കും മേലേക്കും ആയിട്ട് ഒന്ന് മുളകിനൊന്ന് മുക്കിയെടുക്കണം. കാരണം ഞാൻ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കീടനാശിനിയോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ഇതുപോലെ തന്നെ ഞാൻ വെയിലത്ത് വെച്ച് ഇട്ടിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള ബെഡ്ഷീറ്റ് എടുക്കുക. നമ്മൾ യൂസ് ചെയ്യാത്തുണ്ടല്ലോ, ബെഡ്റൂമിലൊന്നും യൂസ് ചെയ്യാത്ത ബെഡ്ഷീറ്റ്, വൃത്തിയുള്ളത് പഴയത് എടുത്താൽ മതി. ഇപ്പോൾ ഇത് 2 ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പണിയൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് മഞ്ഞൾ ചെയ്ത പോലെ തന്നെ നല്ല പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യാം. പിന്നെ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് തന്നെ പൊടിക്കാൻ കൊടുത്തേക്കരുത്. ഇതിന് പുതിയതായിട്ട് നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിൽ കൊടുത്തേക്കുക. കാരണം നമ്മൾ വാങ്ങിയ കവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ പൊടിയിൽ ഈ മുളകിൽ പലതും ഉണ്ടാവും, അതിൽ കലരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുളകൊക്കെ പൊടിച്ച് ഞാൻ നല്ല ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. മല്ലി ഞാൻ 2 രീതിയിലാണ് ചെയ്യുന്നത്. 2 kg മല്ലിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മല്ലി ഒന്ന് വലിയ തളികയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വലിയ കല്ലോ വേറെ എന്തെങ്കിലും അതിൽ കലർന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ മുളക് ചെയ്ത പോലെ തന്നെ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ മല്ലി ഒന്ന് നമ്മൾ കഴുകിയെടുക്കാം. ചിലർ ഒക്കെ ചെയ്യുക പറഞ്ഞാൽ മല്ലി ഇങ്ങനെ കഴുകി അതിൻ്റെ ഇതൊക്കെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടുമെന്ന് വെച്ചിട്ട് ചിലരൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മുണ്ട് നനച്ചിട്ട് തുടക്കാറുണ്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനെ ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയെന്ന് വെച്ചിട്ട് മല്ലിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഒരു ഫ്ലേവറും നഷ്ടപ്പെടില്ല. അതൊക്കെ വെറുതെയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിരുമ്മി കഴുകിയതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെയിനർ എടുത്തിട്ട് നമുക്കിതൊന്ന് വാരി വെക്കാം. മല്ലി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കഴുകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 2 കിലോ മല്ലിയുണ്ട്. ഇതിൽ 1 കിലോ മല്ലി ഞാൻ വറുത്തിട്ടാണ് പൊടിപ്പിക്കുന്നത്. ബാക്കി 1 കിലോ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് പൊടിക്കുന്നത്. കാരണം അത് 2 രീതിയിലാണ്. വറുത്ത മല്ലി നമ്മൾ ബീഫിലേക്കൊക്കെയാണ് യൂസ് ചെയ്യുക. വറുക്കാത്ത മല്ലി മട്ടന്, ഫിഷിൻ്റെ ഡിഷൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വറുക്കാത്ത മല്ലിയാണ് യൂസ് ചെയ്യൽ. പച്ചമല്ലിയാണ് യൂസ് ചെയ്യാറുള്ളത് മട്ടനിലേക്കും ഫിഷിലേക്കും. അപ്പോൾ അത് ഞാൻ റെസിപ്പി ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ ഇത് പറയുന്നത് മാത്രം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല 2 ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ വെയിലത്തിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം 1 ദിവസത്തെ വെയിൽ ഇത് കൊണ്ടതിന് ശേഷം ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വറുത്തിട്ടുമാണ് പൊടിക്കുന്നത്, ഒന്ന് വറുക്കാതെയാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇത് വെയിലത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പച്ചമല്ലി പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പകുതി 1 kg എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 150 ഗ്രാം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 100 ഗ്രാം ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം 200 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. അതിൽ നിന്ന് 3/4 ഭാഗവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. 150 ഗ്രാമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉലുവ 100 ഗ്രാം. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം ഒരു 200 ഗ്രാം. 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിലൊരു 50 ഗ്രാം അതിൽ വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് നല്ലപോലെ മിക്സായിട്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇനി വറുക്കാനുള്ള മല്ലി നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുക്കാനുള്ള മല്ലിയാണ് കേട്ടോ. മറ്റേത് ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട്. ഇന്നൊരു വെയിലും കൂടി കൊണ്ടാൽ അത് നമുക്കൊന്ന് പൊടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് ഉലുവയാണ്. ഉലുവയും ഇതിലേക്ക് 100 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം ചേർക്കുന്നില്ല. വലിയ ജീരകവും ഉലുവയും മാത്രമേ ചേർക്കുന്നുള്ളൂ വറുക്കുന്ന മല്ലിയിലേക്ക്. ഇനി ഇത് വറുക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ച മല്ലിയും ഉലുവയും വലിയ ജീരകവും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറുക്കണം. ഒരു 25 മിനിറ്റ് ആവും ഇതിൻ്റെ വറവായി കിട്ടാൻ. മല്ലി ഒരു ക്രിസ്പി ആവുന്നത് വരെ വറുക്കുക. ഓവറായിട്ട് കളർ ചേഞ്ച് ആവരുത്, അപ്പോൾ ഒരു കറുത്ത കളറാവും. ചിലർ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പില വേറെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. കാരണം ഇതിലിട്ടാൽ കറിവേപ്പില നല്ല ക്രിസ്പിയായി വരില്ല. ക്രിസ്പി ആകുമ്പോഴേക്കും മല്ലി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആ ഉരുളിനെ അടുപ്പത്ത് വെച്ചിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട, നല്ല സുഖമാണ്. സിമ്മിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പകുതി എടുത്തിട്ട് മറ്റേ മല്ലിയിലേക്കും പകുതി എടുത്തിട്ട് ഈ മല്ലിയിലേക്കും ഇട്ട് കൊടുക്കാം. രണ്ടിലേക്കും കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റാം. രണ്ടും 2 ബാഗിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലോർ മില്ലിൽ പോയിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മസാലപ്പൊടികൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 മാസം ഈസി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.